ഗൾഫ് മേഖലയിലുടനീളം വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒമാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒമാനിൽ ഇന്ന് മാത്രം 2 തവണയാണ് ആക്രമണം നടന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ദുഃഖം തുറമുഖം ലക്ഷ്യമിട്ട് 2 ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി ഒമാൻ ന്യൂസ് ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോൺ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. ഒമാനിലെ മുസന്തമിൽ നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ എണ്ണ ടാങ്കർ ആക്രമിക്കുകയും ചെയ്തു. 4 ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പിന്നീട് കപ്പലിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ് ചെയ്തത്. വിശദാംശങ്ങൾ അലി കൂട്ടായി നൽകും. അലി, ഒമാനെയും വെറുതെ വിടുന്നില്ല. ഒമാനിലേക്ക് ഇന്ന് മാത്രം 2 ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് എപ്പോഴൊക്കെയായിരുന്നു ആക്രമണങ്ങൾ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ? അതെ ദിവ്യ, ഇന്നലെ വരെ ശാന്തമായിരുന്നു ഒമാൻ. മറ്റു GCC രാജ്യങ്ങളിൽ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ പോലും ഒമാൻ ഇതിൽ നിന്ന് ഭിന്നമായിരുന്നു. ഒമാനിൽ അങ്ങനെ ഒരു സംഘർഷ സാധ്യതകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ആദ്യം വന്ന വാർത്ത ദുഃഖം തുറമുഖത്ത് 2 ഡ്രോണുകൾ, ഇറാന്റെ ഡ്രോണുകൾ ദുഃഖം തുറമുഖത്ത് ലക്ഷ്യമിട്ട് വന്നു എന്നതാണ്. അതിലൊരു ഡ്രോൺ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ഇടിച്ചു കയറുകയും ഒരു തൊഴിലാളിക്ക് നിസാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇയാളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മറ്റ് ആളപായങ്ങളോ മറ്റു നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊരു ഡ്രോൺ അവിടെ കുറച്ച് മാറിയാണ് വീണത്. ഇതും വലിയ ഒരു നാശനഷ്ടങ്ങളിലേക്ക് പോയിട്ടില്ല എന്നാണ് ഉള്ള ഒരു റിപ്പോർട്ട്. രണ്ടാമത്തെ ഒരു ആക്രമണം ഉണ്ടാവുന്നത് മുസന്തം ഗവർണറിൽ തന്നെ കസബ് തുറമുഖത്തിന് 5 നോട്ടിക്കൽ മകലെ പലാവു റിപ്പബ്ലിക്കിന്റെ പതാക വഹിക്കുന്ന ഒരു എണ്ണ ടാങ്കറിനെതിരെയാണ് ആക്രമണം ഉണ്ടായത്. ഇത് ഒമാനിലെ മാരിടൈം സെക്യൂരിറ്റി സെന്ററാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കൈലേക്കുന്ന ഒരു കപ്പലിലെ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. 20 ജീവനക്കാരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 15 ഇന്ത്യക്കാരും 5 ഇറാനികളുമായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏത് രാജ്യത്തിനും ജീവനക്കാരെ നോക്കാതെയുള്ള ഈ ആക്രമണം എന്താണ് ഇറാൻ ഉന്നം വെക്കുന്നതെന്ന് വ്യക്തമാണ്. കാരണം ചരക്ക് ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിക്കുക എന്ന് തന്നെയായിരിക്കും ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ നേതൃത്വത്തിൽ തന്നെയല്ലേ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നത്? അതുകൊണ്ട് ദിവ്യ, ഒമാന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും. ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ദീർഘനാളായി US-ന്റെയും ഇറാന്റെയും ഇടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത് ഒമാനാണ്. ഒമാന്റെ വിദേശകാര്യ മന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 4 തവണ മസ്കറ്റിൽ തന്നെ ചർച്ച ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവായ സമീപനം ഉണ്ടാകുമെന്നും ആണവ കരാർ യാഥാർത്ഥ്യമാകുമെന്നും പറഞ്ഞതാണ് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അൽ ബദർ ബുസൈദി. അതിന് പിറ്റേന്നാണ് ഇതുമായി ഇറാനെതിരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ രാവിലെ ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് വിവിധ GCC രാജ്യങ്ങളിലെ നേതാക്കളുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. ഈ ദുഃഖമിലുണ്ടായ പ്രത്യാക്രമണത്തിന് ശേഷവും ഈജിപ്ത്, ജോർദാൻ ഭരണാധികാരികളുമായി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സംസാരിക്കുകയായിരുന്നു. ഒമാന്റെ നിലപാടും അത് തന്നെയാണ്. പരസ്പര ബോംബാക്രമണത്തിൽ നിന്ന് ഉടനടി പിന്മാറണമെന്നാണ് ഒമാന്റെ ആവശ്യം. ഇത് സംയമനത്തിലൂടെയും ചർച്ചയിലൂടെയും പരസ്പരമായി സംസാരിച്ച് ഇതിന് പരിഹാരം കാണണമെന്ന് തന്നെയാണ് ഒമാന്റെ നിലപാട്. ഇതിനുവേണ്ടി മുന്നിട്ട് നിൽക്കുമെന്ന് ഒമാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒമാനിലെ അമേരിക്കൻ പ്രവാസികളോട് സുരക്ഷാ മുന്നറിയിപ്പ് US എംബസി, അതായത് ഒമാനിലെ US എംബസി നൽകിയിട്ടുണ്ട്. കാരണം വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും എവിടെയാണുള്ളത് അവിടെ തന്നെ ഇരിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി മസ്കറ്റിലെ US എംബസി സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതുകൂടി ഈ സമയത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ആ സ്ഥലത്ത് തന്നെ കഴിയണം. അതുപോലെ തന്നെ ഭക്ഷണം, വെള്ളം, മരുന്നുകൾ, മറ്റു അവശ്യ വസ്തുക്കൾ എന്നിവ ലഭ്യമാക്കാനും ഒമാനിലെ US എംബസി അതേപോലെ അമേരിക്കൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവിധ സന്നാഹങ്ങളും കൂടി എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ കഴിയണമെന്നും പരമാവധി യാത്രകൾ ഒഴിവാക്കണമെന്നും അമേരിക്കൻ പൗരന്മാരോട് US എംബസി അറിയിച്ചിട്ടുണ്ട്. ദിവ്യ.